தரிசனத்துக்கு 4 டூரிஸ்ட் பஸ் வந்திருக்கு. நான் போய் கொஞ்சம் பேரை கேன்வாஸ் பண்ணி வர்றேன். எத்தனை பேரை வேணாலும் கொடுனோ, நான் இருக்கேன் இல்லையங்க. நீ வந்ததுக்கு அப்புறம் என் மனசுக்கு ரொம்ப சந்தோஷம். എനിക്കും അങ്ങനെ തന്നെയാ. எல்லாமே என் ஆனந்தவல்லியோட அதிர்ஷ்டம். உண்மையிலே அவ எவ்வளவு ஆசை வச்சிருக்க தெரியுமா? முருகா, கந்தா, காப்பாத்துப்பா. வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. வீரவேல் முருகனுக்கு அரகரோ அரகரா. சக்திவேல் முருகனுக்கு அரகரோ அரகரா. ஞானவேல் முருகனுக்கு அரகரோ அரகரா. ஞான பண்டிதா காப்பாத்தப்பா. வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. ஞானவேல் முருகனுக்கு அரகரோ அரகரா. சீக்கிரமா போய் சாமி கும்பிடு, இதெல்லாம் உனக்காக தான். வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. வீரவேல் முருகனுக்கு அரகரோ. എന്ത് വട്ടായി കാണിക്കുന്ന നമ്മളെ കുട്ടി? ഇത് എത്ര നേരായി? കുട്ടിയേട്ടന് ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള നേർച്ചയാ. ഇനി 21 പ്രദർശനം കൂടി ഉണ്ട്. കുട്ടിയേട്ടൻ ഒന്ന് മാറോ? இங்க வந்து படுத்துட்டு இருக்கியா? உன்னை எங்க எல்லாம் தேடுறது? வீட்டுல போய் பார்த்தேன், கோயில்ல போய் பார்த்தேன், கடையில போய் பார்த்தேன், எங்கேயுமே காணோம். ஒரு விஷயம் தெரியுமா? 101 தடவை அங்க பிரவேசம் பண்ணிட்டு வந்திருக்கேன். அப்புறம் கிருத்தி அன்னைக்கு மலை ஏறேன்னு வேண்டியிருக்கேன். எதுக்கு தெரியுமா? എല്ലാം ഓ മനസ്സന്തോഷത്തിക്കാത്താ. ആനന്ദവല്ലി, നീ ഇനി എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിന്റെ വിഷമം മാറാതെ. നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. എന്താണെന്നറിയോ, എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഒരു മലയാളി പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന്. എന്റെ അമ്മ പാവം, അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ? എന്നെ തെറ്റിദ്ധരിക്കരുത് ആനന്ദവല്ലി, അല്ലാതെ നിന്നോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല. வருத்தப்படாதீங்க. நான் அடிக்கடி சொல்லுவேனே, என் மனசுல என்ன நினைச்சாலும் நடக்கும்னு. ஒரு விஷயம் சொல்லவா? யார்கிட்டயும் சொல்லாதீங்க. ഞങ്ങളും മലയാളീസാ. நிஜந்தா. அப்பா ചെറിയ வயசுலயே நாடு விட்டாச்சு. இங்க வந்து ஒரு ஆள் கூட சேர்ந்து பார்பர் பண்ணி படிச்சாச்சு. ஆனா பார்பர்ல நாயமாரா. அம்மா ஊரு പാലക്കാട്. തമിഴ് സംസാരിച്ച് പഴക്കമായിடுச்சு. ஆனா മലയാളം പറഞ്ഞാൽ നല്ലോണം മനസ്സിലാവും. ഇപ്പൊ ചൊല്ലേ, நான் என்ன நினைச்சாலும் நடக்கும்ல? முருகா, ஆண்டவனே, வேலாயுதா. എന്തോ? நான் கடவுளைத்தான் கூப்பிட்டேன். இருந்தாலும் நீயும் இங்க வா. முருகா, இன்னைக்கு கிருத்திகை. கோயிலே தரிசனத்துக்கு நிறைய கூட்டம் வரும். ஆனா அப்பா, அவர்கிட்ட தமிழ்ல பேச வேண்டாம், மலையாளத்தில் പറഞ്ഞാ മതി. புரியலே? நான் அவர்கிட்ட எல்லாம் சொல்லிட்டேன். நீங்க பார்பர் இல்ல, நாயராണെന്നൊക്കെ. அடக்கடவுளே, இவளு சொன்னது எல்லாம் சரிதான். ஆனா இங்க வந்ததுக்கு அப்புறம் தான் ஞானாയത്. എനിക്ക് അന്നം തന്ന തൊഴിലിനെ ഞാൻ തള്ളി പറയാൻ മാട്ടേ. എനിക്കറിയാം. വേലായുധന് ഞങ്ങളോട് കോപം തോന്നുന്നു. എതുക്ക്? സോറി, എന്തിന്? കളവ് പറഞ്ഞതിന്. കളവ് പറഞ്ഞിട്ടില്ലല്ലോ, തമിഴ് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അഥവാ നീ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലറ ചില്ലറ കളവൊക്കെ പറയാത്ത ആരാ ഉള്ളൂന്നേ. എന്നെ ആനന്ദവല്ലി കൊടുത്തു വെച്ചവ. ഉന്നെപ്പോലെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും? അന്ത ബാഗ് അണ്ണയ്ക്ക് തരുന്ന കള്ളനോട് എനിക്ക് നന്ദിയുണ്ട്. അന്നാ ബാഗ് സത്യം പറഞ്ഞ അച്ഛൻ ഞാൻ പോതും. നീ എന്നെ അച്ഛാന്ന് വിളിച്ചില്ലേ, അത് പോതും. കണ്ണാ, ഒരു വാട്ടി എന്നെ അമ്മാന്ന് കൂപ്പിട്. സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ വേണ്ട, നീ അതിലിടപെടണ്ട. ആ ബാഗ് തേടിയവൻ ആരായാലും ശരി, അവനെ പിടിക്കാൻ പോലീസ് കൊടുക്കും. എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ 5 മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു. അയാളവനെ ഇടിച്ച് പപ്പടമാക്കിയോട്ടെ, ഞാനായിട്ടൊന്നും പണ വേണ്ട. അതെ, ഇങ്ക വാ. എനിക്ക് ആകെ ഇവളെ ഉള്ളൂ. ഇവളെ ഉൻകൈയിലല്ലാമേ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കാൻ? ஏன் கண்கலங்குறீங்க? இந்த கல்யாணம் കാണാൻ വേലായുധന്റെ അച്ഛൻ ധർമ്മലിംഗവും അമ്മ ശിവകാമിയും ഇല്ലാതെ പോയല്ലോ എന്ന്.
നങ്ങേലേ, ഞാനൊരു ദുഷ്ടനല്ലേ? എന്നാരാ പറഞ്ഞേ? എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കുവോ? അത് നേരാ നീ പറഞ്ഞത്. ദൈവം തമ്പുരാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടിമേനാവില്ല. അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം. എനിക്കത് ചെയ്തേ പറ്റൂ. അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ. അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട. പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല. ഇതിനിടത്തട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല. ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ. കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ. ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഇല്ല. ആ, അതാ പറഞ്ഞത്. ഇത് നടക്കും. എന്നിട്ടൊരു 5 കൊല്ലം കഴിയട്ടെ. അച്ഛൻ ചെയ്തു തന്ന ഉപകാരത്തിന് അന്ന് എൻ്റെ മോൾ എന്നോട് നന്ദി പറയും. നീയും. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും, തീർച്ച. അമ്മിണിയും വേലായുധൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്ക് ഒരു ബസ് ഉണ്ട്. അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്മിണിക്കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാദർ. ടിക്കറ്റ് ഇപ്പൊ ആര് പോയാലും കിട്ടും. പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ. കണ്ടു കഴിഞ്ഞു പോലെ. ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത്. അതാ നോക്കി വരൂ. അല്ല, ഇതാര് വാസുവോ? എന്താത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത്. ഓ കാല് മാറി. തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടി വേണ്ട തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അതെ, അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തള്ളിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേൾക്കും. കറക്റ്റ്. 6 മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാതറും അമ്മണിയും പഴനിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങേലമ്മ മേനോനെ ഉണർത്തു. ഇന്നാ മോളെ, മോള് വേഗം പൊയ്ക്കോ. പൊയ്ക്കോ. വേഗം വാ. അവരെന്താ കാണാത്ത? ഒന്ന് ഹോൺ അടിച്ചാലോ? മണ്ടത്തരം കാണിക്കല്ലേ. ഓണടിച്ച മേനോൻ കേൾക്കൂലെന്ന്. വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട്. അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഓണടിച്ച് വിളിക്കാൻ. വരണുണ്ട്. എല്ലാരും കൂടെ കൂടി കയറി മീരയ്ക്ക് വരെ കുത്തിരുന്ന വണ്ടികളുടെ നേരെ ശങ്കരോട്ട് വന്നു. ശരിയാണ്. ഇറങ്ങ് വേഗം. നല്ല കാര്യത്തിലല്ലേ ഇന്ന് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീസ പൈനക്ക് വാസു. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. അമ്മിണിയെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് ചേർന്നതാ. കൊച്ചു കള്ള. ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാൽ താൻ വന്ന് ലോക്കപ്പിൽ കിടക്കുവോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഉണ്ട്. കോടതി പോയാ താൻ പറയുന്നതിൽ അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ. എൻ്റെ ഒരു അപേക്ഷയാണ്.
നീയും എന്നെ ചതിച്ചു അല്ലേടാ? മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എന്റെ കൂടെ തന്നെയാ. സാരമില്ല മോളെ, നിന്റെ കുട്ടിയേടന്റെ അടുത്തെത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും. എന്റെ മോള് സമാധാനപ്പെടും. എനിക്കിനി കുട്ടിയേടനെ ഒരിക്കലും കിട്ടില്ലമ്മ. കുട്ടിയേടനെ എന്നെ വിട്ടു